അപ്പോൾ നമ്മൾ ഇന്ന് ചാപ്റ്റർ 3/4 മൂന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ നെയിമാണ് മാത്രായും. എന്താണ് മാത്രായും എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മീനിങ് സിമ്പിൾസ് എന്നാണ്. ഓക്കെ, മാത്രായും എന്ന് പറഞ്ഞാൽ സിമ്പിൾസ്, അതായത് ചിഹ്നങ്ങൾ. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ലെറ്റേഴ്സ് അറിയാം, ബട്ട് എന്ത് ചെയ്യണം? ചിഹ്നങ്ങളും കൂടെ അറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്, അതായത് ചിഹ്നങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചിഹ്നങ്ങളൊക്കെ അതിൽ നിന്നാണ് വന്നത് എന്നറിയോ? സ്വരാക്ഷരങ്ങളിൽ നിന്നുമാണ് ചിഹ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങളിൽ നിന്നുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ക, കാ, കി, കി ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അതൊക്കെ എന്താണ്? സ്വരാക്ഷരങ്ങളിൽ വന്നിട്ടുള്ള ചിഹ്നങ്ങളാണ്. അതായത് അ, ആ, ഇ, ഉ, ഋ അല്ലേ? ഇത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്വരാക്ഷരങ്ങളിൽ ഉള്ള ഫസ്റ്റ് ലെറ്ററായ ക എന്ന് പറഞ്ഞു നോക്കിയേ. ക, ക, കി, കി, കു, കു എന്ന്. ഈ ഒരു ചിഹ്നങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചിഹ്നങ്ങൾ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ദെൻ ഏതെങ്കിലും ഒരു ലെറ്ററിൽ ഇട്ടിട്ട് മിസ് അതൊന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വേർഡ്സ് ഒക്കെ വരുന്നത്. ചിഹ്നങ്ങൾ ഇട്ടിട്ടുള്ള വേർഡ്സ് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ ചിഹ്നങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 6 ലെറ്റേഴ്സാണ് കേട്ടോ. 6 ലെറ്റേഴ്സാണ്, അതായത് സ്വരാക്ഷരങ്ങൾ. അപ്പോൾ അതിൽ നിന്നാണ് ചിഹ്നങ്ങൾ വരുന്നത്. അപ്പോൾ 6 സിമ്പിൾസ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ മിസ് ഇവിടെ ചിഹ്നങ്ങൾ മൊത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രായും ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് നോക്കിയേ. ആ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഇതിനെന്തില്ല? ചിഹ്നമില്ല. അപ്പം സ്വരാക്ഷരങ്ങളില്ല. കായാണെങ്കിൽ ക, വായാണെങ്കിൽ വാ, അങ്ങനെ തന്നെയാണ് പറയാം. ചിഹ്നങ്ങളിൽ ചിഹ്നമില്ല അതിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ എന്നാണല്ലേ വരുന്നത്. ആ എന്നതിന് ചിഹ്നമുണ്ട്. ഓക്കെ, അതുപോലെ ഈ, ഊ ഇതിനൊക്കെ ചിഹ്നമുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 6 സിമ്പിൾസ് ആണ് നോക്കുന്നത്. നോക്കിയേ, ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് ആ. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഏതാ നമുക്ക് വരിക? ആ എന്നാണല്ലേ. ആ എന്നതിന് ചിഹ്നമില്ല, അതുകൊണ്ടാണ് ഇവിടെ അത് കൊടുക്കാത്തത്. ആ എന്നതിന് ചിഹ്നമുണ്ട്. ഏതാണ് ആ ചിഹ്നം? നോക്കിയേ, ഒരു 1 ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലൊരു ലൈന് വരയ്ക്കുക. ഇതാണ് ആ എന്നതിൻ്റെ ചിഹ്നം. അപ്പോൾ അത് സ്വരാക്ഷരങ്ങളിൽ ഇടുമ്പോൾ എങ്ങനെയാണ് വരിക? മിസ് ഒരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. അപ്പം ക എന്ന ഒരു സ്വരാക്ഷരം, ക എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? നോക്കിയേ, ഇങ്ങനെയാണല്ലേ ക എന്ന് എഴുതുക. ഈ ക എന്നതിലേക്ക് നമ്മൾ ഈ ഒരു ചിഹ്നം കൂട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് വരിക? ചിഹ്നം കൂട്ടുമ്പോൾ എങ്ങനെ വരും? ക ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ ഒരു ചിഹ്നവും മിസ് ഇവിടെ ഇട്ടു. ഇപ്പോൾ ഇതെന്ത് വായിക്കും? ക എന്ന് വായിക്കും. ഓക്കെ, ക ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഏത് ലെറ്റർ ആണെങ്കിലും ഈ ഒരു രൂപത്തിലാണ് വരിക. ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചിഹ്നം നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ആണല്ലേ. ഇപ്പോൾ സ്വരാക്ഷരങ്ങളിൽ നിന്നാണ് ചിഹ്നങ്ങൾ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ സ്വരാക്ഷരം തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് കാ, അതുപോലെ വാ, മാ എന്നൊക്കെ എഴുതാന്നുള്ളത് പഠിച്ചു. ഓക്കെ, എന്ത് ചെയ്യുക? ലെറ്റർ എഴുതുന്നു, എക്സ്ട്രാ ഒരു 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി? വാ അല്ലെങ്കിൽ മാ എന്നൊക്കെ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ആണ്. അപ്പോൾ ഈൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു 1 ഇട്ട് കൊടുക്കുന്നു, പിന്നെ ഇതുപോലെ ഒരു ചിഹ്നം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരത്തിലെ ഒരു ലെറ്ററിൽ ഇട്ട് കൊടുക്കുക നോക്കാം. മിസ് ഇപ്പം എല്ലാം കാ വെച്ചിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ മിസ് ഇവിടെ കാ എന്ന് എഴുതുന്നുണ്ട്. അതായത് കീ ആണ് നമുക്ക് കിട്ടേണ്ടത് ഇല്ലേ? കീ ആണ് കിട്ടേണ്ടത്. എങ്ങനെ കിട്ടും? വ്യഞ്ജനാക്ഷരമായ കാ മിസ് ഇവിടെ ഇടുന്നു. ദെൻ ഈ ഒരു ചിഹ്നം എന്ത് ചെയ്യുക? ഇവിടെയാണ് ഈ ഒരു ചിഹ്നം ഇടേണ്ടത്. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു ചിഹ്നം ഇടേണ്ടത്, ഈ ഒരു ഭാഗത്തല്ല കേട്ടോ. അതായത് ഇങ്ങനെയാണ് ചിഹ്നം ഉള്ളത്. ആ ഒരു ചിഹ്നം ആദ്യം ഇടുന്നു, എന്നിട്ട് കാ എന്ന് എഴുതുന്നു. ഇതാ നേരെ വരക്കാം. ഇങ്ങനെയാണ് കീ എന്ന് എഴുതുക. ഇങ്ങനെ എഴുതരുത് കേട്ടോ. അതായത് ആദ്യം കാ എന്ന് എഴുതുക, ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു ചിഹ്നം ഇങ്ങനെ ഇടരുത്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആദ്യം എന്ത് ചെയ്യണം? ചിഹ്നം ഇടണം നമ്മൾ. എന്നിട്ട് ഏത് ലെറ്റർ ആണോ ആ ഒരു ലെറ്റർ നിങ്ങൾ ഇവിടെ ഇടുക. ഇവിടെ മിസ് ഇപ്പോൾ വാ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ് വായിക്കുക? വി. ഓക്കെ, ഓക്കെ അല്ലേ? സിമ്പിളാണ് കേട്ടോ. ചിഹ്നങ്ങളൊക്കെ സിമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഈ എന്നാണ് ഇല്ലേ. അപ്പോൾ ഈ എന്നതിൻ്റെ ചിഹ്നം ഏതാണ്? നമ്മൾ ഈക്ക് പഠിച്ച ആ ഒരു ചിഹ്നം തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ഇടാനേ ഉള്ളൂ. ഇങ്ങനെയാണെന്നേ ഉള്ളൂ അല്ലേ. മറ്റേത് ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മിസ് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? കീ എന്നാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യം നമ്മൾ ഇവിടെയാണ് ലെറ്റർ വരേണ്ടത്. കണ്ടോ, ഇവിടെയാണ് ലെറ്റർ വരേണ്ടത്. അപ്പോൾ മിസ് ഇവിടെ കാ എന്ന് എഴുതി കൊടുക്കുകയാണ്. ദെൻ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് കീ എന്ന് എഴുതുക. ഇനിയിപ്പോൾ അത് വി എന്നാണെങ്കിലോ അപ്പോഴും അതുപോലെ തന്നെ വാ എന്ന് എഴുതുക. ദെൻ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് വി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? ഊ ആണല്ലേ. നമുക്കറിയാം, എല്ലാ സ്വരാക്ഷരങ്ങളും അറിയാം. അപ്പോൾ ഊ ആണ് നോക്കുന്നത്. ഊവും സിമ്പിളാണ്. ഇവിടെ റൗണ്ട് ചെയ്താൽ കണ്ടോ, ഇവിടെയാണ് കേട്ടോ നമ്മൾ ഏതാണ് വ്യഞ്ജനാക്ഷരം ആ ഒരു ലെറ്റർ അവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഊവിൻ്റെ ചിഹ്നം ഏതാണെന്നറിയോ? ഊവിൻ്റെ ചിഹ്നം ഇതാണ്. അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നോക്കിയേ, അപ്പോൾ നമുക്ക് നോക്കാം. കൂ ആണല്ലേ വേണ്ടത്. കൂവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂ എഴുതുക? ഹിന്ദിയിൽ മിസ് ഇവിടെ കാ എന്ന് എഴുതുകയാണ് കേട്ടോ.
കാ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ചിഹ്നം ഇതിന് താഴെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇവിടെയാണ് ആ ഒരു കാ വരിക. അതിന് താഴെ മിസ് എന്ത് ചെയ്യാണ്? ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ്. ദെൻ മുകളിൽ ആ ഒരു ലൈൻ കൊടുക്കുക. ഹിന്ദീൻ്റെ പ്രത്യേകതയാണ്, ഏത് ലെറ്റർ എഴുതിയാലും മുകളിൽ എന്ത് ചെയ്യണം? നേരെ ഒരു ലൈൻ കൊടുക്കണം. ഇനിയിപ്പം വു എങ്ങനെ എഴുതും? വു എന്നെങ്ങനെ എഴുതും? നോക്കിയേ, നമ്മൾ വാ എന്ന് എഴുതുന്നു. ദെൻ താഴെ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വു. ഇപ്പോൾ ചിഹ്നങ്ങളുടെ വോയിസ് മനസ്സിലാക്കാൻ സിമ്പിളാണ്. കാരണം സ്വരാക്ഷരങ്ങളിൽ ഏതാണോ വോയിസ്, ആ ഒരു വോയിസ് തന്നെയാണ് വ്യഞ്ജനത്തിലേക്കും വരിക. ഓക്കെ, ഉ എന്നാകുമ്പോൾ അത് കു എന്നായിട്ട് മാറും. ഇനി നമുക്ക് കൂ എന്നാണ് വേണ്ടത് അല്ലേ? ഉ എന്നാണ് നെക്സ്റ്റ് സ്വർ ലെറ്റർ. അപ്പം നമ്മളത് വ്യഞ്ജനാക്ഷരത്തിലെ ലെറ്ററിൽ എങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. കൂ എന്നാണ് ഇല്ലേ വേണ്ടത്? കൂ എന്നാണ്. അപ്പം എന്ത് ചെയ്യാണ്? മിസ് ഇവിടെ കാ എന്ന് എഴുതി, ഹിന്ദിയിൽ കാ എന്ന് എഴുതുന്നു. ഈ ഒരു ചിഹ്നം ഇങ്ങനെ, ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കൂ എന്ന് എഴുതാം. ഓക്കെ, മറ്റേത് എങ്ങനെയായിരുന്നു? കൂ വെറും കൂ എന്നാകുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങോട്ടേക്കാണ് ചിഹ്നം വരിക അല്ലേ? ഇങ്ങോട്ടേക്കാണ് ചിഹ്നം വരിക. കൂ എന്നാകുമ്പോഴോ നേരെ ഓപ്പോസിറ്റ്, ഇങ്ങോട്ടേക്കാണ് വരിക. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന ലാസ്റ്റ് ലെറ്റർ ആണ് റ്. റീൻ്റെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ കാണുന്നില്ലേ ഒരു സി, ചെറിയ സി? അതാ എന്ത് ചെയ്താൽ മതി? വ്യഞ്ജനാക്ഷരത്തിൻ്റെ താഴെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എങ്ങനെയാണ് വരിക? റ് എന്നാണില്ലേ? അപ്പം എങ്ങനെ വരും? കൃ എന്നാണ് വരിക. ഓക്കെ, കൃ എന്നാണ് വരിക. അപ്പം നമുക്ക് അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. കൃ മിസ് ഇവിടെ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്? ഹിന്ദി ലെറ്റർ എഴുതാം കേട്ടോ. ഹിന്ദിയിൽ കാ എന്ന് എഴുതി ആ ഒരു ചിഹ്നം ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്തു. ഇനി മുകളിൽ വരയ്ക്കുക. ഇനി വൃ എന്നാകുമ്പോഴോ എങ്ങനെയാണ് എഴുതുക? വൃ നമ്മൾ വൃക്ഷം എന്നൊക്കെ പറയാറില്ല. വൃ വാടുന്നു, എന്നിട്ട് താഴെ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ചെറിയ സി ഇല്ലേ, അതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ലെറ്റേഴ്സ്. നമ്മൾ ഓരോ വ്യഞ്ജനാക്ഷരത്തിൻ്റെ താഴെയും ഈ ഒരു രൂപത്തിൽ ചെയ്താൽ മതി. ഏതൊക്കെ ചിഹ്നമാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് മിസ് ഇപ്പി കാണിച്ച പോലെ ചെയ്താൽ മതി. ഇതെല്ലാവരും പഠിച്ചതിന് ശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യണം. എന്താണ്? ബരയും ഓറിലേക്ക് ഇവിടെ ഫില്ല് ചെയ്യാനാണില്ലേ. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാ പ്ലസ് ആ. ഏതാണ് ലെറ്റർ? അതായത് കാ എന്നതിലേക്ക് ചിഹ്നം ചേർത്ത് കൊടുക്കാം. മിസ് ഇതിൻ്റെ എല്ലാം ആൻസർ പറഞ്ഞുതരാം കേട്ടോ. കാ പ്ലസ് ആ എന്നാണില്ലേ. അപ്പം എങ്ങനെ എഴുതുക? കാ പ്ലസ് ആ എന്നാകുമ്പോൾ ആൻ്റെ ചിഹ്നമാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കാ എന്നാണില്ലേ വരിക. കാ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് വരുന്നത് സാ പ്ലസ് ഏതാ ആൻസർ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ചിഹ്നമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ചിഹ്നം? ഈ എന്നാണില്ലേ. ഈ എന്നാണ് ആ ഒരു ചിഹ്നം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. ഹൂ എന്നാണ് കിട്ടുക. ചിഹ്നവും തന്നിട്ടുണ്ട്. ഊ എന്നാണ് ചിഹ്നം. അപ്പോൾ ഏതായിരിക്കും ലെറ്റർ? ഹ എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുക? ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് യൂണിറ്റ് ടാസ്ക് നോക്കാം. നോക്കിയേ, ടാസ്ക് ആയിട്ട് വരുന്നത് അക്ഷർ വ को प्रतीकों का प्रयोग करके लिखिए. അതായത് വ എന്ന ഈ ഒരു ലെറ്റർ വെച്ചിട്ട് ഈ ഒരു ചിഹ്നങ്ങൾ നമ്മൾ ഇന്നീ പഠിച്ച ചിഹ്നങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു വ എന്ന ഈ ഒരു ലെറ്ററിൽ ചേർത്തിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ എങ്ങനെയാണ് വരിക? വ വാ, വി വി, വു വു, വൃ. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ഹിന്ദിയിൽ എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ മക്കളെ.